അപ്പോൾ നമുക്ക് സാധാരണ അച്ചിങ്ങ മുറിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ സാധാരണ നമ്മൾ അച്ചിങ്ങ ഒടിച്ചല്ലേ എടുക്കുക. എല്ലാ വീട്ടമ്മമാരും അച്ചിങ്ങ ഒടിച്ചാണ് എടുക്കുക. ഞാനും അച്ചിങ്ങ ഒടിച്ചാണ് എടുക്കുക. അച്ചിങ്ങ മുറിച്ചെടുക്കാറില്ല. അപ്പോൾ അച്ചിങ്ങ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ അച്ചിങ്ങ ആദ്യം കഴുകി ക്ലീൻ ആക്കി വെക്കുക. ഒടിക്കാനുള്ളതാണെങ്കിൽ മാത്രമേ ഇതുപോലെ എടുക്കാൻ പാടുള്ളൂ. പൊളിക്കാനുള്ള അച്ചിങ്ങ മാറ്റി വെക്കുക കേട്ടോ. പൊളിച്ചെടുക്കേണ്ട അച്ചിങ്ങ, ഉള്ളിൽ നിന്ന് പയറെടുക്കില്ലേ, അതെടുക്കേണ്ട അച്ചിങ്ങ മാറ്റി വയ്ക്കുക. ഈ അച്ചിങ്ങ എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അച്ചിങ്ങ എന്ന് പറയുന്നതും പയറ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറയുക. അച്ചിങ്ങ എന്ന് പറഞ്ഞാലും പയറെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നമ്മുടെ പച്ചപ്പയറിനാണ് അച്ചിങ്ങ എന്ന് പറയുക. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കുറേ നാളായി ഇത് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. കാരണം വളരെ പെട്ടെന്ന് അച്ചിങ്ങ മുറിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ അച്ചിങ്ങ എന്നാണ് പറയാ ഈ പയറിന്. അപ്പൊ അച്ചിങ്ങ മാത്രമല്ല, അച്ചിങ്ങയും ബീൻസും ഇതേപോലെ തന്നെയാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്യാറുള്ളത്. ബീൻസ് കട്ട് ചെയ്യുന്നത് നമുക്ക് അടുത്തതായിട്ട് കാണാം. ആദ്യം നമുക്ക് അച്ചിങ്ങ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പൊ ഇതിന്റെ ഒരറ്റം പല വലുപ്പമായിരിക്കുമല്ലോ നമ്മുടെ അച്ചിങ്ങക്കും ബീൻസിനൊക്കെ. അപ്പോൾ ഇത് ഒരുമിച്ച് അങ്ങോട്ട് എടുക്കുക. ആദ്യം ഒപ്പം വെച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തില്ലെങ്കിൽ പലരും ചിലപ്പോൾ ഒരു TV സീരിയലൊക്കെ കണ്ടുകൊണ്ടിരുന്ന അച്ചിങ്ങൊക്കെ മുറിക്കാറുണ്ട്. അത് ആ സീരിയൽ കഴിയുമ്പോഴത്തേക്ക് അച്ചിങ്ങൊക്കെ ഒടിച്ചൊക്കെ തീരുള്ളൂ. ഒത്തിരി സമയം എടുക്കാറുണ്ട്. ഇത് നിസ്സാര സമയം മതി. വേണ്ട, ഇങ്ങനെ എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഈ തുമ്പത്ത് ഇങ്ങനെ കൊണ്ട് ഇട്ടുക. ഇവിടെ ഇതിട്ട് ഇനി കുറച്ചും കൂടി നീക്കി വീണ്ടും ഒരെണ്ണം കൂടി ഇടുക. ഇത് ഇത്ര നീളമായതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം ഇടേണ്ടി വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഒരറ്റത്തിട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് പിടിച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്ര നീളമുണ്ടല്ലോ. ഇതിപ്പോ ഏതാണ്ട് 1.5 അടി നീളമുണ്ട് ഈ പയറിന്. മൊത്തം നീളം ഇത്ര നീളമുണ്ട്. നീളം കൂടുതൽ. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ അച്ചിങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ അറ്റത്തിടുന്ന ഈ ഒരു റബ്ബർ ബാൻഡ് മാത്രം മതി. ഇങ്ങോട്ട് നമ്മൾ കൈ കൊണ്ട് പിടിച്ചാൽ മതി. ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഈ കത്തി എടുത്തിട്ട് ആദ്യം ഈ തുമ്പൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കളയണം. എല്ലാത്തിൻ്റെ തുമ്പ് മാത്രം ഒരുമിച്ചിരിക്കുന്നതിൻ്റെ തുമ്പ് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നീളം കുറവുള്ളതാണെങ്കിലും പല നീളത്തിലായിരിക്കുന്നതെങ്കിലും ആ ഒരു തുമ്പ് ആദ്യം കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പയർ മെഴുക്കുരട്ടിക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ പയർ തോരനും നമുക്ക് ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. പയർ തോരന് കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും തലവേദനയുള്ള ഒരു കാര്യമാണ്. കുറേ സമയം എടുത്തിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് തുടങ്ങുക. നമുക്ക് ഏത് വലിപ്പത്തിലുള്ള പയറാണോ വേണ്ടത് ആ വലിപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്യാം. നമ്മളൊരു മീഡിയം വലിപ്പത്തിലാണ് ഈ പയർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നീളത്തിരിയോ 1.5 അടി നീളമുള്ളത് കൊണ്ട് തുടക്കത്തിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് തുടങ്ങിക്കോ. അതേ നിസ്സാര നേരം കൊണ്ട് കട്ട് ചെയ്ത് തീരും. കൈ റബ്ബർ ബാൻഡ് ഇടാതെ എന്താണെന്ന് വെച്ചാൽ കൈ പിടിച്ചിട്ട് ഇത്രയും ഒരുമിച്ച് ഇത്ര അച്ചിങ്ങ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കയ്യിൽ നിന്ന് ഓരോവശമായിട്ട് വിട്ടു. അപ്പോൾ എന്നെ അരിയാൻ ഏൽപ്പിക്കുമ്പോൾ ഞാനെപ്പോഴും എളുപ്പ വഴികൾ എന്തൊക്കെയുള്ളതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ വഴി കണ്ടുപിടിച്ചത്. നമ്മൾ പെണ്ണുങ്ങളാവുമ്പോൾ എളുപ്പ വഴിയൊന്നും അന്വേഷിച്ചു പോവില്ല പൊതുവെ. പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന രീതി എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ തുടർന്ന് പോരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാനിപ്പോഴും അച്ചിങ്ങ ഒടിച്ച് തന്നെയാണ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ ഇപ്പോൾ പയർ എന്ന് പറയുന്ന ആളുകളുടെ ഭാഷയിൽ പയർ ഒടിച്ച് തന്നെയാണ് എടുക്കുക. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഒടിക്കില്ല, അതുപോലെയാണ് എടുക്കുക. പക്ഷെ ഇതുപോലെ എളുപ്പ വഴികളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഐഡിയകളൊക്കെ ഒന്ന് ചിന്തിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ
ഇതുപോലെയുള്ള വഴികളിലൂടെ നമ്മുടെ ജോലി എളുപ്പമുള്ളതാക്കി തീർക്കാം. ഈ ബാക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒറ്റ കട്ട് കൊടുത്താൽ ഇതേ ഭാഗം കൂടെ ക്ലീൻ ആയിപ്പോയി. എന്നിട്ട് ഇതേ ഇവിടെ ഒരു കട്ടും കൂടി കൊടുക്കാം. നമ്മുടെ അച്ചിങ്ങ മുറിക്കൽ കഴിഞ്ഞു. ഇത്ര നിസ്സാര സമയം കൊണ്ട് നമ്മൾ ഇത്ര അച്ചിങ്ങ മുറിച്ചെടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ $1 കിലോ അച്ചിങ്ങ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് സാധാരണഗതിയിൽ ഈ മെത്തേഡിൽ അല്ലെങ്കിൽ ആരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ 2 or 3 മിക്കവാറും ഓരോ അച്ചിങ്ങ കൈ പിടിച്ച് ഓടിക്കുന്നതാണ് കണ്ടേക്കണം. നമ്മുടെ അമ്മമാരും ചേച്ചിമാരൊക്കെ അങ്ങനെയാണ് ചെയ്ത് കണ്ടേക്കുന്നത്. ഇത് കണ്ട നിസ്സാര സമയം എടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അച്ചിങ്ങ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മുടെ ബീൻസും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ടൈം വെച്ചിട്ട് ഇപ്പോൾ അച്ചിങ്ങ അല്ലെങ്കിൽ ബീൻസൊക്കെ ഒരു പ്രാവശ്യം സാധാരണ മുറിക്കുന്ന പോലെ നോക്കുക. അതിനുശേഷം ഇതുപോലെ മുറിക്കുമ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ടെന്നൊന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയതെന്നുള്ളത്. അപ്പോൾ പൊളിക്കാനുള്ളത് മാറ്റി വയ്ക്കുക, കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി കഴുകി എടുക്കില്ല, ആദ്യമേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബീൻസ് മുറിക്കുന്നതും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻസ് എങ്ങനെയാണ് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യമേ തന്നെ ബീൻസിൻ്റെ ആ 2 സൈഡിലുള്ള എൻഡും കട്ട് ചെയ്തു 2 എൻഡും കട്ട് ചെയ്ത് മാറ്റി ബീൻസിൻ്റെ നാരൊക്കെ മാറ്റി വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബീൻസ് അടുക്കിയെടുക്കുന്നത്. അച്ചിങ്ങ പോലെ തന്നെ ബീൻസ് നന്നായിട്ട് ഒതുക്കിയെടുക്കുക. ഒതുക്കി എടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് ബീൻസ് മെഴുക്കുരുട്ടിക്കാണെങ്കിലും ബീൻസ് തോരനാണെങ്കിലും ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്? അമരപ്പയർ ചെയ്യാം. നമുക്ക് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് എടുക്കാൻ പറ്റുന്ന എല്ലാ സാധനവും കൈ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അമരപ്പയർ, കൊത്തമരയ്ക്ക, കൊത്തമരക്കൊക്കെ കട്ട് ചെയ്യും ഇതുപോലെ. എല്ലാം ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ബീൻസും അച്ചിങ്ങയും കട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞു. ഇതിലൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുള്ളൂ. ഇതിന് നീളം കുറവായത് കാരണം നമുക്ക് അധികം റബ്ബർ ബാൻഡ് വേണ്ട. ഒറ്റ റബ്ബർ ബാൻഡ് വേണം, ഒരു എഡ്ജിൽ മാത്രം. ബാക്കി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാവുന്നുള്ളൂ മറ്റേ സൈഡ്. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയും കൂടി ആയിരിക്കും. കത്തിക്ക് നല്ല മൂർച്ചയാണ്. അല്ലെങ്കിൽ ഇതുപോലെ കട്ടാവുന്നില്ല ചേച്ചി, കട്ടാവുന്നില്ല ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കത്തിയുടെ മൂർച്ചയും കൂടി അനുസരിച്ചായിരിക്കും നമ്മുടെ ബീൻസും അച്ചിങ്ങയൊക്കെ മുറിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ അച്ചിങ്ങ എന്ന് ഞങ്ങളിവിടെ പറയുമ്പോൾ ഇന്ന് വീഡിയോയിൽ കമന്റ്സ് വന്നിട്ടുണ്ട്, അച്ചിങ്ങ എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അച്ചിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ പച്ചപ്പയർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ വള്ളിപ്പയർ എന്ന് പറയും, നമ്മുടെ ഇവിടെ അച്ചിങ്ങ എന്ന് പറയും. അല്ലാതെ വേറെ അതിന് പേരുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ 3 പേരുകളാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഇതാ ബീൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. 2-3 റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ എല്ലാം ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കട്ട് ചെയ്താൽ മാത്രം മതി. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഇത് എനിക്ക് നേരത്തെ ഞാനിത് അരിയാൻ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓരോന്നോരോന്ന് അരിഞ്ഞുകൊണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. അങ്ങനെ ക്ഷമയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണിത്. വേറെ ആരും അരിയണം ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ ആരെങ്കിലും അരിയോ ഇല്ലെന്ന് അറിയില്ല. ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ എളുപ്പവഴികളൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിനൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് പറയാം കേട്ടോ. നമ്മുടെ ചീരയുടെ തണ്ട് മുറിക്കാനും എളുപ്പമാണ് ഈ ഒരു രീതി. ചീരയുടെ തണ്ട് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടി വരുമ്പോൾ ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അതും എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബീൻസ് മുഴുവൻ നമ്മളിതാ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ബീൻസും അച്ചിങ്ങയും അതുപോലെ തന്നെ നമ്മുടെ കൊത്തമരക്കയും അമരപ്പയറും എല്ലാം കട്ട് ചെയ്യാൻ ഈ ഒരു എളുപ്പത്തിലുള്ള മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നമുക്ക് ഇടയ്ക്ക് ചെയ്യാം, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ
ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.